കേരളത്തിൽ പണ്ട് മുതൽക്കേ സദ്യകൾക്കൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തനതായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടിരുന്ന ചോറും 4 കൂട്ടാനും എന്നാണ്. അപ്പം ഈ 4 കൂട്ടാൻ എന്ന് പറഞ്ഞത് എരിശ്ശേരി ഉണ്ട്, കാളനുണ്ട്, ഓലനുണ്ട്, ഇഞ്ചിത്തൈരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എരിശ്ശേരിയും കാളനും ഓലനും ഒക്കെ എല്ലാം ഈ തേങ്ങ അരച്ചുള്ള വിഭവങ്ങളാണ്. നല്ല തേങ്ങ വേണം അതിനൊക്കെ. അപ്പം അതുകൊണ്ടായിരിക്കണം ഇഞ്ചിത്തൈര് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദഹനത്തിനൊക്കെ നല്ലതാണല്ലോ. പിന്നെ വന്നു ചേർന്നതാണ്, പലയിടത്തുനിന്ന് വന്നു ചേർന്നതാണ് സാമ്പാറൊക്കെ. അപ്പം ഇന്ന് അതിൽ പ്രധാനിയായ എരിശ്ശേരിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം ഏവർക്കും ഈസി ടേസ്റ്റി ക്യൂസിനിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഉത്സവങ്ങൾ, അതായത് ഓണമൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓണം സീരീസ് പോലെ അതിന് കുറച്ച് തനതായ നാടൻ രുചികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് എരിശ്ശേരിക്ക് വേണ്ടത്, ഞാൻ കായ എരിശ്ശേരിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു 3 കായ എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, കൊച്ച് ചുവന്നുള്ളിയുണ്ട്, പിന്നെ 1 കപ്പ് തേങ്ങ തിരുവിയതുണ്ട് കേട്ടോ. പിന്നെ നമുക്കറിയാലോ, നമുക്കതിൽ എന്താ പറയുക, താളിക്കുന്നതിന് വെളിച്ചെണ്ണ വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഇത്രയും മാത്രം മതി. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഓക്കെ, ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എരിശ്ശേരിയൊക്കെ അങ്ങ് ഒത്തിരി എന്താ പറയുക, വെള്ളമാവുന്നത് നല്ലത്. കുറച്ചൊരു കുഴഞ്ഞ പരുവത്തിന് വരണം കേട്ടോ. 2 കപ്പ് വെള്ളം എടുക്കുന്നുള്ളൂ. കാരണം ഇനി നമ്മൾ അരപ്പ് ചേർക്കുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വന്നോട്ടെ. ഇത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു, ജീരകം വേണം കേട്ടോ, സോറി. ഇത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേനും നമുക്ക് ഇത് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. ഇത് 3 അത്യാവശ്യം ചെറിയ കായാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആ കപ്പിലുള്ളത് ഒരു അര എടുത്ത് അരയ്ക്കാനായിട്ട് എടുത്തിട്ട്, അരയ്ക്കുന്നതിന് നമുക്ക് തേങ്ങയും ജീരകവും കൂടെ വേണം കേട്ടോ. 1/2 ടീസ്പൂൺ ജീരകം മതിയേ. ഇതേ കാ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ വെന്ത ശേഷം നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കണേ. പണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉടയ്ക്കാൻ പ്രത്യേക ആളുണ്ടായിരുന്നു പറയണേ. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടല്ല വേവിച്ച കേട്ടോ. അതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്. ഈ പൊടികൾ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. നമ്മുടെ കാ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവേ. തേങ്ങ ചേർത്തിട്ട് അധികം നേരം തിളപ്പിക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് മാറ്റി വെക്കാവേ. ചിലവർക്ക് ഇത്ര വെള്ളമാവുന്ന എരിശ്ശേരി ഇങ്ങനെ കുറുകിയതാണ് ഇഷ്ടം. നമുക്കിവിടെ എല്ലാത്തിനും കുറച്ച് കറി പോലെ വേണം. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം. ഇനി ഇതിൽ നമുക്ക് താളിക്കാനുള്ള കാര്യം ചേർക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക്, നമ്മൾ താളിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. ഇനി വറ്റൽമുളക് ഇടുന്നതിന് മുമ്പ് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. വറ്റൽമുളക് ഇടുന്നുണ്ട്. ഇത് ഈ തേങ്ങ ഒന്ന് കുറച്ച് ബ്രൗൺ കളറാണ് കേട്ടോ. ചിലർ ഈ സമയത്ത് ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി മുളക് പൊടി അതിൻ്റെ അത് ചേർത്തോണ്ട് ഇനി ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. തേങ്ങ കണ്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ടുടനെ തീ ഓഫ് ചെയ്തോ. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതേ നമ്മുടെ കാരിശ്ശേരി റെഡിയായി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ ഈ കറിവേപ്പില. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില എക്സ്ട്രാ ആക്കിയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും കുറേ എന്താ പറയുക, നാടൻ വിഭവങ്ങളായിട്ട് എത്തുന്നതായിരിക്കും. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ.